ആത്മനേ പരിശുദ്ധാത്മാവേ, നിൻ തിരുചൈതന്യം ഞങ്ങൾ കേൾക്കണമേ. ത്രിയേക ദൈവത്തിൽ നിത്യസഹായകനേ, നിത്യം വാഴണമേ പരിശുദ്ധാത്മാവേ. ത്രിയേക ദൈവത്തിൽ നിത്യസഹായകനേ, നിത്യം വാഴണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമായി വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങൾ. അഗ്നിനാവുകൾ പെന്തക്കോസ്ത് ഒരുക്ക ധ്യാനം. പ്രിയമുള്ളവരെ, പെന്തക്കോസ്തയോടനുബന്ധിച്ചുള്ള ധ്യാനത്തിൻ്റെ 7-ാം ദിവസമാണിന്ന്. 7-ാം ദിവസം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പെന്തക്കോസ്ത ദിവസം അപ്പോസ്തലന്മാർ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. പെന്തക്കോസ്ത ദിവസം പരിശുദ്ധാത്മാവിനാൽ അവരെല്ലാവരും നിറഞ്ഞു, വലിയ ആരവമുണ്ടായി. ഓരോ രാജ്യത്തു നിന്നും വന്നവർ തങ്ങളുടെ ഭാഷകളെ ശ്രവിക്കാൻ തുടങ്ങി. അത് കണ്ട് പലരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. എന്നാൽ മറ്റു പലരും ആകട്ടെ ഇവർ ലഹരി പിടിച്ചിട്ടാണ് ഇവന്മാരിങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ പറഞ്ഞു. നമുക്ക് ആ സംഭവങ്ങളെ ഒന്ന് ഓർത്തുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഇന്ന ദിവസം പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തിൻ്റെ ഫലം ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ദാർശനികരും, ഞങ്ങളെല്ലാവരും പ്രവാചകരും, ഞങ്ങളിൽ പലരും തന്നെ ഒരുപക്ഷേ കർത്താവെ അങ്ങിൽ നിന്നും സ്വീകരിക്കുന്ന ഈ സ്വപ്നങ്ങളുള്ളവരുമായി തീരുവാൻ വേണ്ടി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ സ്വപ്നം നഷ്ടപ്പെട്ടു പോയവർക്ക്, ദർശനം നഷ്ടപ്പെട്ടു പോയവർക്ക് എല്ലാം അത് നൽകാൻ അവിടുന്ന് ഇടയാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. പെന്തക്കോസ്ത ദിവസം പരിശുദ്ധാത്മാവ് അവരുടെ എല്ലാവരുടെയും മേൽ തീനാക്കുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നു. അവരെല്ലാവരും ശക്തി പ്രാപിച്ചു, വലിയ ആരവമുണ്ടായി. ഏതാണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്നിരുന്നവർ താന്താങ്ങളുടെ ഭാഷകളിൽ അപ്പോസ്തലന്മാർ പറയുന്നത് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ആദ്യത്തെ പെന്തക്കോസ്ത പേടിത്തൊണ്ടന്മാരായിരുന്ന ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ഒരു വേലക്കാരി പെണ്ണിൻ്റെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസും, അതോടൊപ്പം തന്നെ മീൻ പിടിക്കാൻ പോയപ്പോൾ പത്രോസിൻ്റെ കൂടെ പോയ പാർട്ടീസും, അവനെ പിടിക്കുവാൻ വന്നപ്പോൾ തുണി ഉപേക്ഷിച്ചോടിയവനും, ഇങ്ങനെയുള്ള പേടിത്തൊണ്ടന്മാരായ ശിഷ്യന്മാർ ഇതാ ശക്തി പ്രാപിച്ച് എണീറ്റ് നിൽക്കുന്നു. അപ്പോൾ ചില മനുഷ്യർ പറഞ്ഞു, ഫരിസേയന്മാരും പറഞ്ഞു, യുവമാർക്ക് ലഹരി പിടിച്ചിട്ടാണെന്നാണ് തോന്നുന്നതെന്ന്. അപ്പോൾ പത്രോസ് പറയുന്നൊരു കാര്യമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. പത്രോസ് പറയുകയാണ്, ഹേ മനുഷ്യരെ, ഇത് ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറിലേ ആയുള്ളൂ എന്ന് പറഞ്ഞാൽ 3-ാം മണിക്കൂറിൽ അന്നൊക്കെ രാവിലെ 3 മണി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രീതി അനുസരിച്ച് വെളുപ്പിനെ കുടിക്കാൻ പോകുന്നത്. ഇന്ന് അങ്ങനെ പോകുന്നവരുണ്ട്, ബാറിലൊക്കെ പോയി തുറക്കുന്നവരുണ്ട്. അന്ന് അതില്ല, ആശീലമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറിലേ ആയുള്ളൂ. പിന്നെയോ ജോയൽ ദീർഘദർശി പറഞ്ഞിരിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം അവിടെ പറയുകയാണ്, അവസാന നാളുകളിൽ സകല ജനങ്ങളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവിടെ പുത്രീപുത്രന്മാർ പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനമുണ്ടാകും, വൃദ്ധന്മാർ സ്വപ്നം കാണും. എന്താണ് ഈ പ്രവചനം? അവരുടെ പുത്രീപുത്രന്മാരുടെ എല്ലാ സകല ജനത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, പുത്രീപുത്രന്മാർ പ്രവചിക്കും. പ്രവചനമെന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ പ്രവചന വരമെന്നും പറഞ്ഞ് കരിസ്മാറ്റിക്കുകളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദർശനവരം, പ്രവചനവരം എന്ന് പ്രവചിച്ച കാര്യം നടക്കുക. എന്നാൽ ഇവിടെ നമ്മൾ ധ്യാനിക്കുന്നത് പ്രവചനമെന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുകയും അപരനെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് അവനെ അറിയിക്കുകയും ചെയ്യുന്നതാണ് പ്രവചനം. അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അറിയണം. അപ്പോൾ അതനുസരിച്ച് ജീവിക്കാൻ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ തങ്ങളെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഞാൻ ഓർക്കുകയാണ്, ഞാൻ കുവൈറ്റിലെ എണ്ണപ്പാടങ്ങളിലെ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. എൻ്റെ ഭാവന അങ്ങനെയായിരുന്നു. അതായിരുന്നു എൻ്റെ ആഗ്രഹവും. അവിടെ എവിടെയെങ്കിലും പോയി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ വന്ന് ശരിയാക്കണമെന്നാണ്. പക്ഷേ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ഏകസ്ഥനാണ്. ഞാൻ എൻ്റെ ഒരു പ്രതിജ്ഞയായിട്ട് എടുത്തിരിക്കുന്നത്, ഞാൻ പണത്തിന് വേണ്ടി ജീവിക്കില്ല. ഞാൻ അതോടൊപ്പം തന്നെ പണം എനിക്ക് വേണ്ടിയുള്ളതായിരിക്കണം. ജോലിക്ക് വേണ്ടി ജീവിക്കില്ല. ജോലി എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതായിരിക്കണം. സമ്പാദ്യം ഒരിക്കലും എനിക്ക് ആവശ്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ ആദർശങ്ങളൊക്കെ ഉള്ള പാർട്ടിയാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദൈവാത്മാവ് ആദ്യ ധ്യാനത്തിൽ തന്നെ
ഒരു അഭിഷേകം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ എനിക്ക് മനസ്സിലായി, കർത്താവേ, എന്നെ നീ പേര് ചൊല്ലി മാറ്റി നിർത്തി ഏകസ്ഥനാക്കിയത് നിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്, നിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടിയാണ്. ഞാൻ മുഴുവൻ നിൻ്റേതാകുന്നു, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നുവെന്ന് 1974 മറിയത്തോട് പറഞ്ഞുകൊണ്ട് മരിയ സൈന്യത്തിലെ ഒരു പടയാളിയായി മുന്നോട്ട് വന്ന ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഈ ധ്യാനത്തിൽ വെച്ച് പ്രത്യേകിച്ച് കൗൺസിലേഴ്സിൽ കുറേ അമ്മച്ചിമാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചിട്ട് ഒരു അമ്മച്ചി, എഴുതാനും വായിക്കാനും അറിയാത്ത അമ്മച്ചിയാണ് പറയുന്നത്, എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക, എന്നിൽ നിന്നും കേട്ടവ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്തയാളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. നിയമാനുസൃതം പരിശീലനം ശ്രദ്ധിക്കുന്ന കായികാഭ്യാസിക്കാണ് കിരീടം ലഭിക്കുക. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറൊരു അമ്മച്ചി പറയുകയാണ്, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ കർത്താവ് പറഞ്ഞത്. മകനെ, നീ ഒരു പടയാളിയാണ്, പടയാളിയെ പോലെ ജീവിക്കണമെന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ മരിയ സൈനികനായി ജീവിക്കുന്നതെന്ന്. ലീജൻ ഓഫ് മേരിക്ക് പറയുന്ന മരിയ സൈന്യം എന്നാണ്. മരിയ സൈന്യത്തിൻ്റെ ഉദ്ദേശവാക്യമാണ് ലോകത്തിനും അതിൻ്റെ നശീകരണ ശക്തികൾക്കുമെതിരായി തിരുസഭ നടത്തുന്ന സമരത്തിൽ നിസ്വാർത്ഥമായ സേവനം ചെയ്യുവാൻ സ്വയം സമർപ്പിതനായ ഒരു അൽമിയൻ. ഇത് ആപ്തവാക്യമാക്കി എടുത്ത് 8 വർഷം ജീവിച്ചിട്ടും എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പക്ഷേ ഈ അമ്മച്ചിമാർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ കണ്ടിരിക്കുന്നു, സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്തയാളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടുകയില്ല. പ്രിയമുള്ളവർ, ഇതെന്നെ വളരെയധികം സ്വാധീനിച്ചു. എൻ്റെ കുവൈറ്റ് സ്വപ്നം അവിടെ തീർന്നു. പിന്നെ ഞാൻ ഇടുക്കിയിൽ നിന്ന് ഇങ്ങോട്ട് പോരാനായിട്ട് പെട്ടി കെട്ടി വെച്ച പാർട്ടിയാണ് ഇടുക്കിയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനമെടുത്തു. അന്നേരം മുതൽ എൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ പറയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സംബന്ധിച്ച ദൈവഹിതം എന്തെന്നറിഞ്ഞത് ഈ 41 വർഷത്തെ ജീവിതത്തിനിടയിൽ എനിക്ക് പറയാൻ പറ്റും. ഒരിക്കൽ പോലും തിരിഞ്ഞു ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയണം അവരവരെ. നമ്മളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ദൈവം പറഞ്ഞു തരും. അതനുസരിച്ച് മുന്നോട്ട് പോകണം. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സ്ഥിരതയോടെ നിന്ന് വളരാൻ പറ്റില്ല. ഇന്ന് വളരെയധികം പേര് വചനം കേൾക്കുന്നു, പക്ഷെ സ്ഥിരതയോടെ നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. ശുശ്രൂഷ രംഗത്ത് ധാരാളം പേര് വന്നു, പക്ഷേ ഇടയ്ക്ക് ശുശ്രൂഷ ഇട്ടിട്ട് പോയി. അതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം ഈ പറഞ്ഞത് കാരണമെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് അവർക്ക് അവരുടെ പുത്രീപുത്രന്മാർ പ്രവചിക്കും എന്ന് പറഞ്ഞാൽ തന്നെ സംബന്ധിച്ച് അങ്ങനെ അറിയാവുന്ന ആൾക്കാർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും. എന്നോടൊരു 1000കണക്കിന് ചെറുപ്പക്കാർ പറഞ്ഞിട്ടുണ്ട്. അന്ന് തങ്കച്ചാനോട് സംസാരിച്ചപ്പോഴാണ് എനിക്കൊരു വ്യക്തതയുണ്ടായത് ജീവിതത്തെക്കുറിച്ച്. എത്രയോ മനുഷ്യർ കേരളത്തിലെ കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻകര വരെ ചെന്നാൽ ഒരുപാട് മനുഷ്യർ പറയും. എന്തിന് ഗൾഫ് രാജ്യങ്ങളുള്ളവരും ചിലർ പറയും, അന്നത്തെ ഒരു ടോക്കാണ് എന്നെ എങ്ങനെ പിടിച്ചത്. ഞാൻ പറയും, ദാറ്റ് ഈസ് പ്രവചനം. അവനെ സംബന്ധിച്ച് ദൈവഹിതം തിരിച്ചറിയാൻ സാധിക്കുക. അപ്പോഴാണ് സ്ഥിരതയോടെ നിന്ന് വളരാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി നാളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ മേൽ വന്ന് BHSൻ്റെ ഫലം പ്രായത്തിനടുത്ത രീതിയിൽ പുറപ്പെടുവിക്കാൻ തുടങ്ങുമ്പോഴേ ഇപ്പോൾ മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, എന്നെ സംബന്ധിച്ച് ദൈവഹിതം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എൻ്റെ മക്കൾക്ക് പോലും അവരെ സംബന്ധിച്ച് ദൈവഹിതം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്നെ സമീപിക്കുന്നവരോട് അവരെ സംബന്ധിച്ച് ദൈവഹിതം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പം അതുകൊണ്ട് ദൈവം പ്രവചനം, തന്നെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് അറിയുകയും അവരെന്നെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് അവരെ അറിയിക്കുകയും. അപ്പോൾ അക്കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കർത്താവ് സഹായിക്കും. വരാൻ പോകുന്ന കാര്യമോ വരുന്ന കാര്യമോ പോകുന്ന കാര്യമോ. കാരണം അന്ന് എൻ്റെ സ്വപ്നം ഹൈ റേഞ്ച് ഇവാഞ്ചലൈസ് ചെയ്യപ്പെടുക എന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം. എന്നെ എപ്പോഴും കർത്താവ് ഇങ്ങനെ നയിച്ചുകൊണ്ടിരുന്ന അതാ. അതുകൊണ്ട് തന്നെ ഇടുക്കിയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഞാൻ ആലപ്പുഴക്കാരനായി ഞാൻ ഇടുക്കി തങ്കച്ചെന്ന് വിളിക്കപ്പെടാൻ കാരണം ഞാൻ അറിഞ്ഞില്ല ഇതെങ്ങനെ വന്നുവെന്ന്. അവിടുത്തെ ജനത്തിന് ഞാൻ ഇന്നും സ്വന്തമാണ്. നാളെയും ഞാൻ അവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി ഇടുക്കി പോകും. അവരുടെ ഏതൊരു കാര്യത്തിലും ഞാൻ ഇന്നും ഇടപെടാറുണ്ട്. ഞാനിത് പറയുന്നത് അന്ന് കിട്ടിയ ഒരു അഭിഷേകമാണ്. തന്നെ സംബന്ധിച്ച് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുക. രണ്ടാമത്തത്, യുവാക്കൾക്ക് ദർശനമുണ്ടാകും. എന്താണ് ഈ ദർശനം? ദർശനം എന്ന് പറയുന്നത് ഉള്ളിലെ കണ്ണിൻ്റെ കാഴ്ചയാണ്. ഉൾക്കണ്ണുകൊണ്ട് കാര്യങ്ങളെ കാണുവാനുള്ള കഴിവാണ് ദർശനം. ഉള്ളിലെ കണ്ണുകൊണ്ട് കാര്യങ്ങൾ കാണണം. ഇന്നിപ്പോൾ കരിസ്മാറ്റിക്ക് നമ്മൾ പലപ്പോഴും ദർശനത്തിലൂടെ കർത്താവ് മനോഹരമായിട്ട് സംസാരിക്കുന്നുണ്ട് പലരോടും. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ദൈവദർശനം നമുക്ക് ലഭിക്കണം. ഉള്ളിലെ കണ്ണുകൊണ്ട് കാണുക എന്ന് പറഞ്ഞാൽ ഉൾക്കണ്ണുകൊണ്ട് ദർശിക്കുവാൻ സാധിക്കുക. ഒരിക്കൽ കാക്കനാട് ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ധ്യാനത്തിൻ്റെ അവസാന ദിവസം ഞാൻ കാണുന്ന ഒരു വശത്തൊരു മരക്കുരിശ്,
ഒരു വശത്ത് സ്വർഗത്തിലെ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ ധ്യാനത്തിന് ഞാൻ സമർപ്പിച്ചതല്ലേ, എനിക്ക് ലോകസുഖങ്ങൾ വേണ്ട, നിൻ്റെ കുരിശ് മാത്രം മതിയെന്ന്. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് ആ ഒരു ദർശനം എന്നെ വളരെയധികം സ്വാധീനിച്ചു. 300 രൂപ ശമ്പളത്തിൽ 800 രൂപ തരാമെന്ന് പറഞ്ഞിട്ട് 300 രൂപ വീതം 19 മാസം ആ ശമ്പളം തന്നെ തന്നിട്ടും ഞാൻ തിരിച്ചു ചോദിച്ചില്ല, അവരോട് കൂട്ടി. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ഇതിലൂടെ എന്നെ രൂപപ്പെടുത്താനുണ്ട് കർത്താവിന് എന്നാണ് എനിക്ക് മനസ്സിലായത്. മാത്രമല്ല, എൻ്റെ കീഴിലുള്ള അന്നൊരു പ്രൈവറ്റ് കമ്പനിയിലാണ്. ആ തൊഴിലാളികളെ രൂപീകരിക്കുക, ഇതെനിക്ക് എൻ്റെ ദർശനമാണ് എന്നെ സഹായിച്ചത്. അപ്പോൾ നമുക്ക് അതിന് പരിണിതഫലം എന്താണ്? ഓരോ കുട്ടിയെയും ഓരോ തൊഴിലാളിയെയും ഞാൻ കുട്ടികളെന്നാണ് പറയുന്നത്, എൻ്റെ മക്കളെ പോലെ എനിക്ക് ഞാൻ പറയുന്നത് ആ ഒരു ദർശനം. അപ്പോൾ നമുക്ക് ഈ ദർശനം എന്ന് പറയുന്നത് അതാണ്, ഉള്ളിലെ കണ്ണിൻ്റെ കാഴ്ചയാണ്. ഉദാഹരണം പറയാം. കർത്താവ് 2 അന്ധന്മാരെ സുഖപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ട്. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഒരു വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്ന അന്ധനാണ്. ആ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്ന അന്ധനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. കർത്താവ് ഉടനെ ചെളി ഉണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടി. എന്നിട്ട് സിലോക കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അവൻ കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. ഇതറിഞ്ഞ നാട്ടുകാരൊക്കെ പറഞ്ഞു, ഇവൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിച്ചിരുന്നവനല്ലേ, ഇവൻ്റെ മാതാപിതാക്കളെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഫരിസേയരെ ഇവൻ്റെ മാതാപിതാക്കളെ വിളിച്ചു ചോദിച്ചു, ഇവൻ നിങ്ങളുടെ പുത്രനാണോ? ഇവൻ വഴിയരികിലിരുന്ന് ഭിക്ഷയായച്ചുകൊണ്ടിരുന്നവനാണ്, ഇവൻ തന്നെയാണോ? ഇവൻ്റെ കണ്ണിന് കാഴ്ച കിട്ടിയത് എങ്ങനെയാണ്? അവർ പറഞ്ഞു, ഇവൻ ഞങ്ങളുടെ പുത്രനാണ്, ഇവനാണ് വഴിയരികിലിരുന്ന് ഭിക്ഷയായച്ചുകൊണ്ടിരുന്നത്. അപ്പം അവൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചത് എന്താണെന്ന് പ്രായപൂർത്തിയായവനല്ലേ, അവനോട് തന്നെ ചോദിക്കൂ എന്നവർ പറഞ്ഞു. ഇത് പറയുന്നത്, ആ മാതാപിതാക്കൾക്ക് യേശുവാണ് സൗഖ്യം കൊടുത്തതെന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം യഹൂദർ അവരെ കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറ്റുകയൊക്കെ ചെയ്യുക. ആ സാഹചര്യത്തെ ഭയന്നാണ് അവരത് പറയാതിരുന്നത്. അതുകൊണ്ട് ഇവനെ വിളിച്ചു, എടാ, നിൻ്റെ കണ്ണിന് കാഴ്ച കിട്ടിയത് എങ്ങനെ? അവൻ പറഞ്ഞു, നേരത്തെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എന്നാലും നിൻ്റെ കണ്ണിന് എങ്ങനെയാണ് കാഴ്ച കിട്ടിയത്? അത് യേശു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വന്നു, അദ്ദേഹം ചെളി ഉണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി, ഞാൻ ശിലോകാക്കുളത്തിൽ പോയി കഴുകി, അങ്ങനെ എനിക്ക് കാഴ്ച ലഭിച്ചു. ഉടനെ ഇവർ പിന്നെയും സമ്മതിക്കുന്നില്ല. അവസാനം വീണ്ടും അവനോട് ചോദിച്ചു, ഇവിടെ എപ്രകാരമാണ്? അപ്പോൾ അവൻ പറഞ്ഞു, എന്താണ്, നിങ്ങളും വിശ്വസിക്കുന്നുണ്ടോ? ഉടനെ അവർ പറയുന്നൊരു വാക്കാണ്, നിന്നെപ്പോലെ ഞങ്ങളാരും അന്ധരല്ല. അവൻ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം എനിക്കറിയാം, പാപിയായ ഒരു മനുഷ്യനെ, ഒരു അന്ധൻ്റെ, ജന്മനാ അന്ധനായവന് കാഴ്ച കൊടുക്കാൻ പറ്റില്ല. ആഹാ, ഒന്നും പഠിച്ചിട്ടില്ലാത്ത നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവർ സിനഗോഗിന് വെളിയിലാക്കി. അങ്ങനെ സിനഗോഗിന് വെളിയിലേക്ക് വിട്ട അവനെ കണ്ട് അവൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ യേശു വരുന്നു. കർത്താവ് ചോദിച്ചു, എടാ, നീ എന്നിൽ വിശ്വസിക്കുന്നോ? അവൻ പറഞ്ഞു, അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ല, കാരണം കണ്ണിൽ ചെളി പുരട്ടി പറഞ്ഞു വിട്ടതല്ലേ ഉള്ളൂ, അവൻ അറിയത്തില്ലല്ലോ. അവൻ പറഞ്ഞു, നിൻ്റെ കണ്ണിന് കാഴ്ച തന്നവൻ ഞാനാണ്. ഉടനെ അവൻ പറഞ്ഞു, ഓ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. കർത്താവ് പറയുകയാണ്, കാഴ്ചയുള്ളവർ കാണാതിരിക്കേണ്ടതിനും കാഴ്ചയില്ലാത്തവർ കാണേണ്ടതിനും ന്യായവിധിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദർശനമെന്ന് പറയുന്നത് കാഴ്ചയില്ലാത്തവൻ്റെ കാഴ്ചയാണ്. ആ അന്ധന് യേശുവിനെ കാണാൻ സാധിച്ചു. കണ്ണിന് കാഴ്ചയുണ്ടെന്ന് പറയുന്നത് നമുക്ക് അവനെ കണ്ട് അവനെ സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? യഥാർത്ഥ ദർശനം അതാണ്. അങ്ങനെ കാഴ്ച ഉണ്ടാകണം ജീവിതത്തിൽ. നമുക്ക് എപ്പോഴും ഇതുപോലുള്ള ദർശനങ്ങൾ നമ്മളെ പലപ്പോഴും അരൂപിൽ നിലനിർത്താൻ സഹായിക്കും. ഉദാഹരണം പറഞ്ഞാൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ ധ്യാനം കൂടിക്കഴിഞ്ഞ് ഉണ്ടായ ഒരു അനുഭവം ഇതാണ്. ഒരിക്കലെ ഞങ്ങളുടെ വീട്ടിലെ ഞാനിങ്ങനെ ബെഞ്ചിൽ മിനി ഡ്രാഫ്റ്റ് പിടിപ്പിച്ചിട്ട് നിലത്തിരുന്നാണ് വരയ്ക്കുന്നത്. കാരണം എൻ്റെ വീട് അങ്ങനത്തെയാണ്, ചെറിയ കുടിലാണ്. അതിനകത്ത് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിരിക്കാൻ സ്ഥലമില്ല. അപ്പച്ചിയും 3 മക്കളും കൂടെ ഒരു മൂലക്കിരിപ്പുണ്ട്. ഞാനൊരു കുമ്പിൾ കുത്തി പായുടെ അകത്തിരുന്നു കൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവേ, നീ യഥാർത്ഥത്തിൽ ദൈവപിതാവ് സ്നേഹമുള്ളൊരു പിതാവാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ കീറപ്പായടകത്തിരിക്കേണ്ടി വന്നു? എൻ്റെ ചുറ്റുപാടിൽ എത്ര ടാറ്റായുടെയും ബിർളയുടെയും മക്കളൊക്കെ ഇന്ന് AC റൂമിലായിരിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായിരിക്കുന്നു? പ്രിയമുള്ളവരെ, അത്രയും പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ വെട്ടി വിയർക്കുന്നുണ്ട്. നല്ല മഴയത്താണ്, തണുപ്പുള്ള സമയമാണ്, പക്ഷെ ഞാൻ വിയർക്കുകയാണ്. കാരണം എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളൊരു അന്വേഷണമാണത്. എനിക്കത് മനസ്സിലാകാത്തത്. അപ്പോഴാണ് ഞാൻ കാണുന്നത്, ദർശനം രൂപത്തിലാണോ എന്ന് എനിക്കറിയത്തില്ല, ഒരു ഉൾപ്രേരണയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൃത്യമായിട്ട് അറിയത്തില്ല. അബ്രഹാമിൻ്റെ മടിത്തട്ടിലിരിക്കുന്ന ലാസർ താഴെ ധനവാൻ നിന്നുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ പിതാവായ അബ്രഹാമേ, ഒരു തുള്ളി വെള്ളം അവൻ്റെ വിരലിൽ തൊട്ടൊന്ന് എൻ്റെ നാവിലൊന്ന് വെച്ച് തരാമോ? ഉടനെ അബ്രഹാം പറഞ്ഞു, ഇവിടുത്തുകാർക്ക് അവിടെയോ അവിടുത്തുകാർക്ക് ഇവിടെയോ വരാൻ പറ്റില്ല.
ഉടനെ അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് അയച്ചിട്ട് എൻ്റെ സഹോദരന്മാരെ എങ്കിലും ഒന്ന് ഇതുപോലെ വന്ന് അഗ്നിയിൽ വീഴാതിരിക്കാൻ സഹായിക്കണമേ. ഈ സംഭവം ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നതിന് ശേഷം ഇന്ന് വരെ സമ്പത്ത് എനിക്കൊരു വിഷയം ഒട്ടുമാകാതായി. വിഷയമേ അല്ല സമ്പത്ത്. പോളിടെക്നിക് പഠിക്കുമ്പോഴാണ് ഈ സംഭവം. അന്ന് ഞാൻ ധ്യാനം കൂടിയിട്ടില്ല. ആദ്യത്തെ ദർശനം അതാണ്, ധ്യാനം കൂടിയിട്ടല്ല അത്. ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരുത്തൻ, ഞാൻ നെടുങ്കണ്ടത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു എഞ്ചിനീയർ പെട്ടിയും പിടിച്ചുകൊണ്ട് വാദിക്കാൻ വന്ന്, ഞാൻ പ്രസംഗിക്കുന്നതിന് അടുത്ത് വന്നിരിക്കുന്നു. പ്രസംഗം തീർന്ന് അവൻ ഓട്ടി വന്നിട്ട് എൻ്റെ ഇടത് കയ്യിൽ കയറി പിടിച്ചു. എടാ അഗസ്റ്റിനെ, നീ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയാണിത്. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ്. ഞാൻ നിന്നെ കാണാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. എന്താ അറിയാവോ, ഇവൻ അവിടെ ഞങ്ങളുടെ ആലപ്പുഴയിൽ ഒരു വലിയ പണക്കാരൻ്റെ മകനാണ്. ഇവന് ടിഫിൻ ചോറും കൊണ്ട് ഒരു വേലക്കാരൻ വരും. വരുന്ന വഴിക്ക് ഹൈവേയിൽ വെച്ച് സൈക്കിൾ വേറൊരു സൈക്കിളോട്ട് മുട്ടി ഇവൻ്റെ ടിഫിൻ താഴെ പോയി. ചോറെല്ലാം റോഡിലായിപ്പോൾ ഒരു അരി പോലും, ഒരു ചോറ് പോലും അതിനകത്തില്ലാതെ. അയാൾ വന്നിട്ട് പറഞ്ഞു, എടാ എൻ്റെ ജോലി പോകും, നീ പറഞ്ഞേക്കരുത് വീട്ടിൽ ചെന്ന്, അതുകൊണ്ട് നിൻ്റെ ഭക്ഷണം എല്ലാം പോയെന്ന് പറഞ്ഞു. അവൻ സാരമില്ല ഏട്ടാന്നും പറഞ്ഞു വിട്ടു. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ലാത്ത പാർട്ടിയാണ്. എനിക്ക് 5 പൈസയുടെ കപ്പലണ്ടി നിലക്കടല വാങ്ങിച്ചിട്ട് അതും തിന്നിട്ട് അവരെല്ലാവരും ചോറുണ്ടെന്ന ഹോട്ടലിന് പുറത്തുള്ള പഞ്ചായത്ത് ടാപ്പിലാണ് എല്ലാവരും കൈ കഴുകുന്നത്. അന്ന് അവിടെ പുന്നപ്പുറയിൽ അന്ന് വലിയ കെട്ടിടങ്ങളും ഹോട്ടലൊന്നുമില്ല. അവർ കൈ കഴുകുന്നിടത്ത് പോയി ഞാൻ വെള്ളം കുടിക്കും. എന്നിട്ട് പറയും, കർത്താവേ ഇപ്പോൾ തിന്ന കടല അവരൊക്കെ തിന്ന ചോറും കടലയും പോലെ ചോറും കറിയും പോലെ ആക്കണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുറി വരുമ്പോഴേ ഇവൻ ക്ലാസ്സിൽ തളർന്ന് കിടക്കുന്നു. ഞാൻ പറയാം, എന്ത് പറ്റിയടാ തോമസ്, നിനക്കെന്ത് പറ്റി? അഗസ്റ്റിനെ, ഞാൻ ഒരിക്കൽ പോലും പട്ടിണി നിന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഒരു നേരം ഭക്ഷണമില്ലാതിരിക്കുന്നത്. ഞാൻ തളർന്നടാ, എനിക്കിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ തളരണ്ട, പോയി ചോറുണ്ട്. 1 രൂപ പോക്കറ്റ് മടക്കി വെച്ചുകൊണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്തു. അവൻ പോയി സ്റ്റുഡൻറ്റ് ഊണം കഴിച്ചിട്ട് തിരിച്ച് സ്മാർട്ടായിട്ട് വന്നു. അവനിവിടെ ഇപ്പം നെടുങ്കണ്ടത്ത് പ്രസംഗിക്കുമ്പോൾ അവിടെ നിന്ന് എന്തിനാണെന്നറിയാവോ, എടാ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്ത നീയാണോ, കഴിക്കാത്ത നീയാണോ ഒരു നേരത്തെ പട്ടിണി കിടന്നവൻ്റെ വിശപ്പറിഞ്ഞത്? ഞാൻ പറയാം, അതാടാ സുവിശേഷം. ഞാൻ പറയുന്നത്, ദർശനമുള്ളവരാകണം നമ്മൾ. കാര്യങ്ങൾ ദർശനമുള്ളവരാകുമ്പോൾ മറ്റുള്ളവൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ നമ്മുടെ അവസ്ഥയേക്കാൾ കൂടുതൽ നമുക്ക് മനസ്സിലാകും. ഇന്ന് ദാർശനികരില്ലാത്തതാണ് നമ്മുടെ ചുറ്റുപാടുകളുടെ പ്രശ്നം. ദർശനങ്ങളാണ് മനുഷ്യരെ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം, ദർശനം എപ്രകാരമാണ് നമ്മളെ തിരുത്തേണ്ടതെന്ന് നമുക്ക് കാണാം. ഒരിക്കൽ കൂടി അത് മനസ്സിൽ ഉറപ്പിക്കുക. കാഴ്ചയുള്ളവർ കാണാതിരിക്കുന്നതിനും കാഴ്ചയില്ലാത്തവർ കാണേണ്ടതിനും ന്യായവിധിക്കായിട്ടാണ് മനുഷ്യപുത്രൻ വന്നത്. കാഴ്ചയില്ലാത്തവൻ്റെ കാഴ്ചയാണ് ദർശനം. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മാറ്റം നമുക്കുണ്ടാകും. ഇതൊക്കെയാണ് നമ്മൾ മാനസാന്തരത്തെയൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഒരു അനുഭവം നമുക്കുണ്ടാവണം. അടുത്തത് സ്വപ്നങ്ങളുണ്ടാകുക. വൃദ്ധന്മാർ സ്വപ്നം കാണും. ഇതും നമുക്ക് ആവശ്യമാണ്. സ്വപ്നങ്ങളാണ് നമ്മൾ നയിക്കേണ്ടത്. ഇന്ന് പലർക്കും സ്വപ്നമുണ്ട്. എന്താ അറിയാം, എൻ്റെ മകളെ എങ്ങനെയെങ്കിലും IELTS പാസ്സാണ്, അല്ലെങ്കിൽ ജർമ്മൻ ഭാഷ പഠിച്ച് തീരണം, അത് കഴിഞ്ഞ് ജർമ്മനി പോകണം. അത് മാത്രമേ ഉള്ളൂ. അതല്ല നമ്മുടെ സ്വപ്നം. നമുക്കുണ്ടാകേണ്ട സ്വപ്നം വിശ്വാസ ജീവിതത്തിൽ അധിഷ്ഠിതമായി ഭൂമിയിലെ കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കണമെന്നുള്ളൊരു ദർശനം. ഇത് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ വഴി നടത്താൻ പറ്റൂ. ഇന്ന് പല മാതാപിതാക്കളും മക്കളുടെ ആധ്യാത്മിക കാര്യത്തെക്കുറിച്ച് വലിയ സ്വപ്നം കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ആത്മരക്ഷയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നമുക്കുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. ചില മാതാപിതാക്കൾ അങ്ങനെയാണ്. എന്നാൽ ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴേ, കോഴിക്കോട് തന്നെയാണ്, ഈ കോഴിക്കോട് സിറ്റി നടന്ന സംഭവമാണ്. ഒരു മകള്, അവൾ 1ാം റാങ്ക് നേടി നേരെ സൗദി അറേബ്യയിലേക്ക് പോകാൻ പോവാം. 1ാം റാങ്ക്. അവർ 12 പിള്ളേർ പരീക്ഷ എഴുതിയതിലെ ഇവൾ 1ാമതായിട്ട് ജയിച്ചു. അതുകൊണ്ട് അവൾ സൗദിക്ക് പോവുക. ആ കാര്യത്തെക്കുറിച്ച് അവൾ വീട്ടിൽ പറയാനായിട്ട് വന്നു. വീട്ടിൽ പറയാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പൻ മകളെ വിളിച്ചിട്ട് ചോദിച്ചു, മകളെ നീ തീരുമാനിച്ചോ പോകാനായിട്ട്? അത് പറയാനല്ലേ അപ്പം വന്ന്, അപ്പൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടി വന്നതല്ലേ. അപ്പോൾ അപ്പം പറയുകയാണ്, മകളെ നിന്നെക്കുറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ട് കേട്ടോ. നീ എല്ലാ ദിവസവും കുർബാന കാണണമെന്നുള്ള എനിക്കൊരു സ്വപ്നമുണ്ട് നിന്നെക്കുറിച്ച്. മാത്രമല്ല നീ ഒരു ഈശോയെ അറിഞ്ഞ് ജീവിക്കുന്നവളായിരിക്കണമെന്നാണ്. അപ്പം നീ സൗദി അറേബ്യ ചെന്നാൽ അവിടെ കുർബാന കൂടാനും അവിടെ നിനക്ക് എല്ലാ ദിവസവും എൻ്റെ മകൾ ഈ ഡൽഹിയിലായിരുന്നു, അപ്പോൾ അവൾ ഡൽഹിയിലായിരുന്നു ജോലി. ഡൽഹിയിൽ വെച്ച് അവൾ എപ്പോഴും പോകുന്നവളാണ്. അത് നിനക്ക് സാധിക്കുമോ? ഉടനെ ആ കുട്ടി ആലോചിച്ചിട്ട് പറഞ്ഞു, അപ്പച്ച ഞാൻ സൗദി അറേബ്യയിൽ പോകുന്നില്ല, നിർത്തി. 1ാം റാങ്കുകാരിയാണ്. ഞാൻ പറയും, അതാണ് വാസ്തവത്തിൽ സ്വപ്നം. അപ്പൻ്റെ സ്വപ്നം അനുസരിച്ച് ജീവിക്കാൻ ആ മകൾ തീരുമാനിച്ചു. ഇന്നിപ്പോൾ അവൾ ജർമ്മനിയിലെ ഒരു നല്ല ഹോസ്പിറ്റലിലെ നേഴ്സാണ്. ഞാൻ പറയുന്നത്, അവിടെ അവൾക്ക് ഡെയിലി മാസിന് പോകാം, ഡെയിലി പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ചില ദർശനങ്ങളുണ്ട്. നമുക്ക് ജീവിതത്തിൽ നമ്മുടെ വിശ്വാസപരമായ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വേണം ഏതൊരു കാര്യത്തിനും തീരുമാനങ്ങൾ എടുക്കുവാൻ. അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ
തീർച്ചയായിട്ടും നമ്മൾ ഇപ്രകാരം ആ കുട്ടിയെപ്പോലെ ഒരു തീരുമാനമെടുക്കണം. പല കുടുംബങ്ങളിലും സാധിക്കുന്നുണ്ടോ? കത്തോലിക്ക കുടുംബങ്ങളിലെ അല്ലെ ക്രിസ്തീയ കുടുംബങ്ങളിലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെയാണോ? ഇന്ന് കുട്ടി അയർലൻഡിൽ ചെന്നു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ഒരാളെ കിട്ടി, അത് ഏത് മാമോദിസ സ്വീകരിച്ചിട്ടുണ്ടോ, വിശ്വാസിയാണോ, ഇതൊന്നും ഒരു വിഷയമേ അല്ല പിള്ളേർക്ക്. പിള്ളേർ വന്നിട്ട് മാതാപിതാക്കളോട് പറയുന്നു, ഞങ്ങളൊരാളെ കണ്ടിട്ടുണ്ട്, അവർ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചു തരണം എന്ന് പറഞ്ഞാൽ യാതൊരു തടസ്സവും കൂടാതെ വിവാഹം കഴിച്ചു കൊടുക്കുന്നൊരു അവസ്ഥ നമ്മുടെ ഇടയിലുണ്ട്. അതിൻ്റെ കാരണം വിശ്വാസപരമായ സ്വപ്നങ്ങൾ നമുക്കില്ല. നമ്മുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയിരിക്കുന്നു. മക്കളെ സംബന്ധിച്ചുള്ള സ്വപ്നം അവരടുത്ത തലമുറയിലെ യേശുക്രിസ്തുവിൻ്റെ പടയാളികളായി വരേണ്ടവരും സഭയെ പടുത്തുയർത്തേണ്ടവരുമാണെന്നുള്ള ബോധ്യം പലർക്കും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾക്ക് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് ഈ പറഞ്ഞ രീതിയിൽ തങ്ങളുടെ ജീവിതങ്ങൾ, വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു അടയാളമാണ്. ഇന്ന് ചില ജില്ലകളിലെ ചില വിശ്വാസികളോട് പറഞ്ഞു കുടുംബാസൂത്രണം നടത്തണമെന്ന്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ദൈവമാണ് മക്കളെ തരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇത് സമ്മതിക്കില്ല. കേരളത്തിലെ ഒരു പ്രധാന ജില്ലയിലെ അവരൊരു കാരണവശാലും കുടുംബാസൂത്രണം സമ്മതിച്ചില്ല. കാരണം ദൈവമാണ് ഞങ്ങൾക്ക് മക്കളെ തരുന്നത്. എന്നാൽ ക്രിസ്ത്യാനികൾ പലർക്കും അറിയാം ദൈവമാണ് അമ്മയുടെ ഉദരത്തിൽ എനിക്ക് രൂപം തന്നതെന്നും ദൈവമാണ് എന്നെ വളർത്തുന്നതെന്നും. പക്ഷേ നിർഭാഗ്യരെന്ന് പറയട്ടെ, കുടുംബാസൂത്രണം ഇവിടെ വന്നപ്പോൾ ആ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊടുക്കാൻ ആഗ്രഹിച്ച മക്കളെ ജീവിച്ചിരിക്കുന്നവരുടെ സുഖത്തിന് വേണ്ടി ജനിക്കാനിരിക്കുന്നവൻ ജനിക്കണ്ട എന്നൊരു നിയമം വന്നപ്പോൾ അതിന് 2 കൈ നീട്ടിക്കൊടുത്ത വളരെയധികം മാതാപിതാക്കൾ നമ്മുടെ ഇവിടെയുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അവർക്ക് ക്രൈസ്തവമായ സ്വപ്നങ്ങളില്ല. പ്രിയമുള്ളവരെ, 10ഉം 11ഉം കണ്ടില്ലേ, ആനിക്കുടിക്ക് അള്ളച്ചൻ്റെ വീട്ടിൽ 13 മക്കളാണ് അവർ. വേണ്ടല്ലോ, തെക്കഞ്ചേരി കുഞ്ഞിപ്പേട്ടെന്ന് പറഞ്ഞൊരാൾ ജോസ്ഗിരിയിലുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി, ഭാര്യ മരിച്ചു. ഞാൻ ആ കുടുംബത്തിലെ നിത്യസന്ദർശകനായിരുന്നു. അദ്ദേഹത്തിന് 11 മക്കളുണ്ട്. അവിടുത്തെ പ്രദക്ഷിണം ഇറങ്ങുമ്പോൾ ഇദ്ദേഹം കൈക്കാരനാണ്. കൈക്കാരനും ഭാര്യയും മുമ്പിൽ നിൽക്കും. അതിൻ്റെ പുറകെ ജോയിച്ചേട്ടൻ മൂത്ത മകനും അവൻ്റെ 7 മക്കളും, അതിൻ്റെ പുറകിൽ അടുത്ത ആൾ. ഇങ്ങനെ വന്നാൽ പകുതിയോളം മക്കളവിടെ ഉണ്ട്. എല്ലാം കൂടെ ഒരു നീളം ഘോഷയാത്രയാണ്. നമ്മുടെ പ്രദക്ഷിണത്തിൻ്റെ പകുതി അദ്ദേഹമുണ്ട്. ഞാൻ ഓർക്കുകയാണ്, 11 പ്രസവിച്ച അമ്മച്ചി 70-72 വയസ്സുള്ളപ്പോൾ 1/2 കിലോ കുരുമുളകും വെച്ചുകൊണ്ട് തലയെ വെച്ചുകൊണ്ട് എന്നെ കണ്ടുകൊണ്ട് ഡാൻസ് ചെയ്തുകൊണ്ട് വരികയാണ്. തങ്ങച്ചായോ എപ്പോഴാണ് വന്നതെന്നും പറഞ്ഞുകൊണ്ട്. അതേസമയം 2 പ്രസവിച്ച പെണ്ണ് മാവ് വാങ്ങിച്ച് അപ്പം ചൂടാനായിട്ട് കലക്കി കിട്ടിയ മാവാണ്, അത് ചീനച്ചട്ടിയിൽ ഒഴിക്കാനായിട്ട് നിന്നുകൊണ്ട് പറ്റുന്നില്ല, നടുവ് വേദന. അത് കാരണം സ്റ്റൂളിലിരുന്നു കൊണ്ട് അപ്പം ചൂടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ സംഭവം? ക്രൈസ്തവമായ അവർക്ക് സ്വപ്നമില്ലാതെ വന്നപ്പോൾ തങ്ങളുടെ ഭൗതിക സുഖത്തിന് വേണ്ടി മാത്രമായി മനുഷ്യരെ. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ ഈ 7ാമത്തെ ദിവസം പറയുവാനുള്ളത്, നമ്മൾ സ്വപ്നമുള്ളവരാകണം, നമ്മൾ ദർശനമുള്ളവരാകണം, അതോടൊപ്പം തന്നെ നമ്മൾ പ്രവാചകരാകണം. ഇതിനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകും. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് ഒരുങ്ങണം. ഇന്നു മുതൽ ചിന്തിക്കുക, കർത്താവ് ഞങ്ങൾക്ക് എവിടെയാണ് സ്വപ്നം പൊലിഞ്ഞു പോയത്? എന്തിനധികം സൺഡേ ഞായറാഴ്ച പോലും കുഞ്ഞുങ്ങൾക്ക് ട്യൂഷനുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ അതിനെ വിടത്തുള്ളൂ, കുർബാനയ്ക്ക് വിടത്തില്ല. സ്വപ്നമില്ലാത്ത മാതാപിതാക്കൾ. വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ച് സ്വപ്നം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഏത് വിധത്തിലും പണമുണ്ടായാൽ മതി എന്നൊരു ചിന്ത ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് കൺസ്യൂമറിസം, പ്രത്യേകിച്ച് ഉപഭോക്തൃ സംസ്കാരം, അതിൻ്റെ ക്ലൈമാക്സിൽ നമ്മുടെ മേൽ ഭരിക്കുകയാണ്. ഓരോ സംസ്കാരവും മനുഷ്യൻ്റെ വിശ്വാസത്തിനെതിരായി വരാറുണ്ട് പലതും. അവിടെ ഒഴുക്കിനെതിരെ നീന്തുന്ന മനുഷ്യരുണ്ടാകുമ്പോഴാണ് വിശ്വാസികൾ രൂപപ്പെടുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. പണ്ട് അഗ്രികൾച്ചർ സംസ്കാരമായിരുന്നു നമ്മുടെ നാട്ടിലെ ഒരു കാർഷിക സംസ്കാരം. അപ്പോൾ അത് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളിയോ കൃഷി ചെയ്യുന്ന കർഷകനോ ഒക്കെ അന്ന് അവൻ ഇത്രമാത്രം കുരുമുളക് നട്ടാൽ എൻ്റെ മകളെ കെട്ടിക്കാനുള്ള കാശ് കിട്ടുമെന്ന് ആരും ചിന്തിക്കത്തില്ല. അത് കിളുത്ത് വന്ന് ദൈവത്തിൽ ആശ്രയിച്ച് വരുന്നു. അപ്പോൾ അത് ടോട്ടലി ദൈവത്തിൽ ആശ്രയിച്ചുള്ളൊരു ജീവിതമായിരുന്നു, അല്ലെങ്കിൽ പ്രകൃതിയിൽ ആശ്രയിച്ചുള്ള ജീവിതം. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളിയും അങ്ങനെയാണ്. ഇന്ന് ഇത്ര ലക്ഷം രൂപയുടെ മീൻ പിടിക്കാമെന്ന് അവന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവനും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ മനുഷ്യൻ എപ്പോഴും ഒരു ആശ്രയബോധം അതിൽ നോക്കി ദൈവത്തിൻ്റെ സ്വപ്നത്തോട് ചേർത്ത് സമർപ്പിക്കുന്നങ്ങളെക്കുറിച്ച് നമുക്കെന്താണെന്ന് അറിയത്തില്ലെങ്കിലും, പക്ഷേ അന്നൊക്കെ ദാരിദ്ര്യമുണ്ടെങ്കിലും മനുഷ്യർക്ക് പരസ്പര സ്നേഹവും കൂട്ടായ്മയും പങ്കുവയ്ക്കലും ഒക്കെ ഉണ്ടായിരുന്നു, ക്രൈസ്തവമായൊരു പങ്കുവയ്ക്കൽ. പക്ഷേ ഇന്ന് അതൊക്കെ പലരിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കാരണം അത് കഴിഞ്ഞപ്പോൾ വന്ന കൾച്ചർ വ്യവസായ സംസ്കാരമാണ്. വ്യവസായ സംസ്കാരം വന്നപ്പോൾ ആ സംസ്കാരത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ ഇന്ന് ചെയ്യുന്നത് എനിക്കെന്ത് ലഭിക്കും
ഉദാഹരണം പറഞ്ഞാൽ ഒരു കമ്പനി തുടങ്ങാൻ പോകുന്നു, ഒരു ആണി കമ്പനി തുടങ്ങാൻ പോകുന്നു. അതിനവർ ചെയ്യുന്ന പരിപാടി ആണി എന്തുമാത്രം സ്ഥലം വേണം, എന്തുമാത്രം കെട്ടിടം വേണം, എന്തുമാത്രം റോ മെറ്റീരിയൽസ് വേണം, എത്ര ലേബർ കോസ്റ്റ് എത്രയാകും, എല്ലാം കണക്കൂട്ടി ലാസ്റ്റ് പ്രോഫിറ്റ് എന്ത്, എനിക്കെന്ത് കിട്ടും, അത് കണക്കൂട്ടി ചെയ്യത്തുള്ളൂ. ഇന്ന് ആധ്യാത്മികത പോലും അങ്ങനെയായി. ധ്യാനം കൂടാൻ പോകുന്നവൻ്റെ ലക്ഷ്യം എനിക്കെന്തെങ്കിലും കിട്ടണമെന്ന് മാത്രമായി. മറിച്ച് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതി കണ്ടെത്തി ദൈവത്തോടൊപ്പം ജീവിക്കാൻ തീരുമാനമെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാം അവിടെയുമുണ്ട് ഒരു കച്ചവട സംസ്കാരം. ഇപ്പോൾ കാണുന്ന പ്രശ്നം വേറൊന്നാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കൺസ്യൂമറിസമാണ്. അതായത് ഉപഭോക്തൃ സംസ്കാരം. എങ്ങനെയൊക്കെ വസ്തുക്കൾ വാരിക്കൂട്ടാം എന്നുള്ളതാണ്. വസ്തുക്കൾ വാരിക്കൂട്ടി വരുമ്പോഴേ തങ്ങൾ എന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല പലർക്കും. ഞാൻ ഓർക്കുന്നു, ദുബായിൽ ഒരിക്കൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോഴേ ഒരു സഹോദരൻ പറഞ്ഞു, തങ്കച്ചായ ഞാനൊരു 80 സെൻറ്റ് സ്ഥലവും അവിടെ ഒരു 1 കോടി രൂപയുടെ ഒരു വീടും ഒക്കെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ വെഞ്ചരിപ്പിന് വരണം, ഞങ്ങളുടെ വീട്ടിൽ പാല് കാച്ചിന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നേക്കാമെന്ന് പറഞ്ഞു. അതിന് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് അന്നത്തെ തലേദിവസം നടന്ന സംഭവം പത്രത്തിൽ. ഹൈ റേഞ്ചിൽ നിന്നും കാറിൽ ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും 3 മക്കളും ഹൗസ് വാമിങ്ങിന് വേണ്ടി അവരുടെ വീട്ടിൽ, പഴയ വീട്ടിൽ ഹൈ റേഞ്ചിലായിരുന്നു, അവിടെ നിന്നുള്ള സാധനം എടുത്ത് ടൗണിലേക്ക് വരുന്ന വഴിക്ക് കൊക്കയിൽ മറിഞ്ഞ് അപ്പനും അമ്മയും 3 പിള്ളേരും മരിച്ചു. ഈ വീടും ആ സ്ഥലവും ആരുടേതായി? പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കാറില്ല. എന്തിനധികം സമ്പത്ത് വാരിക്കൂട്ടിയാൽ സമാധാനം കിട്ടുമെന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഞാനൊരിക്കൽ കുമ്പനാട് ഭാഗത്തൊരു സർവേക്ക് പോയി. അപ്പോഴാണ് അവർ പറയുന്നത്, നിങ്ങളുടെ 30 വയസ്സിലുള്ളപ്പോൾ നിങ്ങളുടെ സ്വപ്നം എന്തായിരുന്നു? അത് ഞങ്ങളെക്കാളും മക്കളെ പഠിപ്പിച്ച് വളർത്തിയെടുക്കണമെന്നാണ്. അത് വിജയിച്ചു. അവരൊക്കെ ഞങ്ങൾ വെറും LD ക്ലർക്കും LP സ്കൂൾ ടീച്ചർമാരായിരുന്നു. പക്ഷേ അവരൊക്കെ ഇന്ന് അമേരിക്ക ഡോക്ടറും ജർമ്മനിയിൽ എഞ്ചിനീയറും ഒക്കെയാണ്. അവരൊക്കെ അങ്ങനെയായി. അന്നേരം ഇപ്പോഴെന്ത് തോന്നുന്നു? വലിയ വീടാണ്, ഒരു 2 കോടി രൂപയെങ്കിലും വരും. നടന്ന് വളരെ ദൂരം ചെല്ലുമ്പോഴാണ് മാംസമുണ്ടം പോലെ 2 പേര് നിൽക്കുന്നത്. അവരോട് ചോദിക്കുമ്പോൾ പറയണം, ഇപ്പോഴത്തെ നിങ്ങളുടെ സ്വപ്നം എന്താണ്? ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്വപ്നം എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയെന്ന്. താമസിച്ച് എന്ന് പറയുമ്പോൾ വല്ല മനുഷ്യരോടെ കയറി വരണ്ടേ? ഒരു മനുഷ്യനെ കാണുമ്പോഴല്ലേ ഒരു സമാധാനമുള്ളത്. അതില്ലാത്തത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. മനുഷ്യനെ കാണുന്നതാണ് വലുത്. അല്ലാതെ മനുഷ്യരെ എല്ലാവരും അകറ്റി നിർത്തി മതിലും കെട്ടി അതിനകത്ത് ബംഗ്ലാവും വെച്ചിരുന്നാൽ മനുഷ്യ ജീവിതമാകില്ല. അവന് സ്വപ്നങ്ങളുണ്ടാകണം. അയൽവാസികളോട് ബന്ധം, ബന്ധുക്കളോട് തമ്മിലുള്ള ബന്ധം, ഈ ബന്ധങ്ങളെല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ ഇത് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും ഇത് സമർപ്പിക്കുന്നു. ഞങ്ങൾ എപ്പോഴും കർത്താവെ സ്വപ്നങ്ങളുള്ളവരാകുവാൻ അനുഗ്രഹിക്കണമേ. വിശ്വാസപരമായ സ്വപ്നം കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതോടൊപ്പം തന്നെ കർത്താവെ, ഞങ്ങളെ ദാർശനികരായി മാറ്റണമേ, ദർശനമുള്ളവരാക്കി മാറ്റണമേ. അതോടൊപ്പം കർത്താവെ, ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങൾ പ്രവചനം എന്താണെന്ന് മനസ്സിലാക്കി എന്നെ സംബന്ധിച്ച് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവരെന്നെ സംബന്ധിച്ച് ദൈവഹിതം എന്താണെന്ന് അവനെ അറിയിക്കുന്ന വ്യക്തികളാക്കി നിങ്ങളെ മാറ്റണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന ഇങ്ങനെയാകട്ടെ. കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് ദർശനമുള്ളൊരു ഹൃദയം തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ഇതുവരെ കേട്ടത് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത ദിവസം ശിഷ്യന്മാരുടെ മേൽ വന്നതും അവിടെ വെച്ച് ദൈവം സഭയെ രൂപീകരിച്ചതും ദൈവജനത്തിൻ്റെ ഒന്നാകലുമൊക്കെയാണല്ലോ. അതിൻ്റെ ഭരണഫലമായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ ധ്യാനിച്ചു. നമുക്ക് ആ സംഭവങ്ങളൊക്കെ ഒന്ന് ഓർക്കാം. അവിടെ നിന്ന് നിയമജ്ഞന്മാരും ഫരിസേയരും പറഞ്ഞു, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിട്ടാണെന്ന്. എന്നാൽ അതിന് മറുപടിയായി പത്രോസ്ലിയായുടെ വാക്കുകൾ, ഹേ മനുഷ്യരെ, ഇത് ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറല്ലേ ആയുള്ളൂ. ഇവരാരും ലഹരി പിടിച്ചിട്ടല്ല, മറിച്ച് ജോയൽ ദീർഘദർശി പറഞ്ഞിരിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. അവസാന നാളുകളിൽ സകല ജനങ്ങളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവരുടെ പുത്രീപുത്രന്മാർ പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനമുണ്ടാകും, വൃദ്ധന്മാർ സ്വപ്നം കാണും. സകല ജനങ്ങളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. പെന്തക്കോസ്തായ്ക്ക് ശേഷം ആദിമകാല ക്രൈസ്തവർക്ക് വന്നിരുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠകരമായൊരവസ്ഥയാണ്. അവർ ശക്തരായി, അവർ സുവിശേഷ പ്രഘോഷകരായി, ദൈവിക രഹസ്യങ്ങൾ അറിയിക്കുന്നവരായി, അതിനേക്കാളൊക്കെ ഉപരിയായി അവർ
സ്വപ്നങ്ങളുള്ളവരായി തീർന്നു. നമുക്ക് ഈ സംഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഈ ആരാധനയിലുടനീളം കർത്താവിനെ ആരാധിക്കുകയും കർത്താവിനോടൊപ്പമായിരിക്കുകയും ചെയ്യാം. പന്തക്രിസ്തനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, ദിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പന്തക്രിസ്തനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കനാഥാ. പന്തക്രിസ്തനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പന്തക്രിസ്തനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. പെന്തക്കോസ്ത് ദിവസം ശിഷ്യന്മാരുടെ മേലെ എപ്രകാരമാണ് അങ്ങ് കടന്നു വന്നപ്പോൾ അവരിലുണ്ടായ മാറ്റം അങ്ങ് ഞങ്ങളിലും ഉണ്ടാകുവാൻ അങ്ങ് ഇന്ന് ആഗ്രഹിക്കുന്നുവല്ലോ. പരിശുദ്ധാത്മാവേ എല്ലാ മക്കളിലേക്കും അവിടുന്ന് കടന്നു വരണമേ. പരിശുദ്ധാത്മാവിനാൽ ഹൃദയം തുറക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദുർബല ഹൃദയത്തിലേക്ക് ആത്മാവേ കടന്നു വരണമേ. ഹല്ലേലൂയ. ദൈവമേ സ്തുതി, ഈശോയെ സ്തോത്രം, ദൈവമേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് തുറന്നു കൊടുക്കാം. എഫേസ്യസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അവിടുന്ന് തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വീതിയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരവും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നപ്പോൾ അവരുടെ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ചു. മാത്രമല്ല, അവർ വിശ്വാസം വഴി ക്രിസ്തു അവരിലുണ്ട് എന്നവർക്ക് ബോധ്യം ലഭിച്ചു. അതവരെ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാക്കി മാറ്റി. അതോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ കഴിഞ്ഞു. തന്മൂലം അവർ ഇതാ പ്രവാചകരായി മാറി. എന്നാൽ ജോയേൽ ദീർഘദർശി പറഞ്ഞത് സംഭവിച്ചിരിക്കുകയാണ് ഇവിടെ. അവസാന നാളുകളിൽ സകല ജനങ്ങളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവരുടെ പുത്രീപുത്രന്മാർ പ്രവചിക്കും.
പ്രിയമുള്ളവരെ, പ്രവചനത്തിൻ്റെ ആത്മാവിനെ ലഭിച്ചാൽ തന്നെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് നാം അറിയുകയും അവരനെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് നാം അറിയിക്കുകയും ചെയ്യും. അതാണ് നമ്മളിന്ന് സുവിശേഷ പ്രചാരണത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആരാത്മാവിൽ നിറയുന്നോ അവൻ യേശുവിനെ പ്രഘോഷിക്കാതിരിക്കുക സാധ്യമല്ല. കർത്താവ് നമ്മളോട് കൽപ്പിച്ചു പറഞ്ഞതാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിനെന്ന്. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. ഇത് എൻ്റെ കടമയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ നാം യേശുവിനെക്കുറിച്ച് പറയാതിരിക്കുക സാധ്യമല്ല. ബൈബിളിലെ വാക്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് എന്നതിന് മാത്രമല്ല സുവിശേഷ പ്രചാരണം. നമ്മുടെ പെരുമാറ്റത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മുടെ സംസാരത്തിലൂടെയുമൊക്കെ നാം ഒരു പ്രവാചകരായി മാറേണ്ടതാണ്. അതിനുള്ള കൃപ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം, 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 ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയേ ആരാധന, ഈശോയേ യേശുവേ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവിൻ ജനം നാം പോയിടാം ഈ ഭൂവതിലെങ്ങും സാക്ഷികളായി. തിരുവചനം നാം ഘോഷിക്കാം, സുഗന്ധം പരത്തിടാം, സുഗന്ധം പരത്തിടാം. യേശുവിൻ ജനം നാം പോയിടാം ഈ ഭൂവതിലെങ്ങും സാക്ഷികളാം. തിരുവചനം നാം ഘോഷിക്കാം, സുഗന്ധം പരത്തിടാം, സുഗന്ധം പരത്തിടാം. ആത്മാവിൻ ശക്തിയാൽ നിറഞ്ഞിടാം, കൃപകളെ നാം പ്രാപിക്കാം. ആത്മാവിൻ ശക്തിയാൽ നിറഞ്ഞിടാം, കൃപകളെ നാം പ്രാപിക്കാം. തിരുവചനം പോൽ ജീവിക്കാം, സുഗന്ധം പരത്തിടാം, സുഗന്ധം പരത്തിടാം. ആത്മാവിൻ ശക്തിയാൽ നിറഞ്ഞിടാം, കൃപകളെ നാം പ്രാപിക്കാം. ആത്മാവിൻ ശക്തിയാൽ നിറഞ്ഞിടാം, കൃപകളെ നാം പ്രാപിക്കാം. തിരുവചനം പോൽ ജീവിക്കാം, സുഗന്ധം പരത്തിടാം, സുഗന്ധം പരത്തിടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് അൽമേയരുടെ ഹൃദയങ്ങളിൽ ഇറങ്ങിയപ്പോൾ ധാരാളം പേര് ശക്തരായ വചനപ്രഘോഷകരായി, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ നയിക്കുന്നവരായി, ധ്യാനമന്ദിരങ്ങളിൽ ശുശ്രൂഷിക്കുന്നവരായി എല്ലാവരും നമുക്കിപ്പോഴും ഓർക്കാം. കർത്താവെ, ഈ പെന്തക്കോസ്താ ദിവസം കേരള സഭയിലെ ആർക്കെല്ലാം അങ്ങന്ന് ഹൃദയം തുറന്നപ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊടുത്തുവോ, ആരൊക്കെ കർത്താവെ അങ്ങയുടെ പ്രവാചകരായി മാറിയോ, അവരൊക്കെ വീണ്ടും ശക്തി പ്രാപിച്ചു വരുവാൻ വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി, ഈശോയെ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, പരിശുദ്ധാത്മാവേ. ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ, ശക്തി അയക്കണമേ,
കൃപകൾ നൽകണമേ, കൃപകൾ നൽകണമേ, കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ. കൃപകൾ നൽകണമേ, കൃപകൾ നൽകണമേ, കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ശക്തി പ്രാപിച്ചതിൻ്റെ പരിണിത ഫലമായിട്ട് എത്രയോ ഇനിഷ്യേറ്റീവ്സാണ്, എത്രയോ തുടക്കങ്ങളാണ് നമ്മളിൽ ഉണ്ടായിരിക്കുന്നത്. എന്തോരം പ്രസിദ്ധീകരണങ്ങൾ എന്ന് മാത്രം. ഇപ്പോൾ ഷാലോം ടി വി പോലുള്ള, അതുപോലെ ഷെയ്ഖാന ടി വിയും ഗുഡ്നെസ്സും ഒക്കെ മുന്നോട്ട് വന്ന് വ്യക്തിപരമായ യൂട്യൂബിലൂടെ വചനം പ്രഘോഷിക്കുന്ന എത്രയോ പേര്. എല്ലാം കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഇത് ഈ ധ്യാനത്തിൽ അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് കുറേ കൂടെ ശക്തി പ്രാപിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അവരിലേക്ക് എല്ലായിടത്തും ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി വർഷിക്കപ്പെടട്ടെ. ഒരു നവപെന്തക്കോസ്താനുഭവം ഈ പെന്തക്കോസ്തായിൽ ഉണ്ടാകട്ടെ. പെന്തക്കോസ്താനുഭവം ഒരിക്കൽ മാത്രം സംഭവിച്ചതല്ലെന്ന് നമുക്കറിയാം. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ ഇവരൊക്കെ ആത്മാവിൽ നിറഞ്ഞെങ്കിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, കർത്താവെ അവിടുത്തെ വിശ്വസ്ത ദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതിനും അങ്ങേ പുത്രൻ്റെ വചനം സധൈര്യം പ്രഘോഷിക്കുന്നതിനും ഈ ദാസരുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ എന്ന് അപ്പോസ്തലന്മാർ പേടിച്ച് ഭയന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും ആത്മാവിനാൽ പൂരിതരായി. ഈ അനുഭവം ഈ പ്രാവശ്യത്തെ പെന്തക്കോസ്താ ദിനം കേരള സഭയിൽ ആകമാനം നടക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, യേശുവേ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ആത്മാവിൻ കാറ്റേ വീശുക, നിൻ ശക്തിയോടെ എന്നിലോതുക, ബലപ്പെടുവാൻ ഞാൻ എഴുന്നേൽക്കുവാൻ ആത്മാവിൻ ശക്തിയെ അയച്ചിടണേ. ആത്മാവിൻ കാറ്റേ വീശുക, നിൻ ശക്തിയോടെ എന്നിലോതുക, ബലപ്പെടുവാൻ ഞാൻ എഴുന്നേൽക്കുവാൻ ആത്മാവിൻ ശക്തിയെ അയച്ചിടണേ. ആത്മാവിൻ കാറ്റേ വീശുക, നിൻ ശക്തിയോടെ എന്നിലോതുക, ബലപ്പെടുവാൻ ഞാൻ എഴുന്നേൽക്കുവാൻ ആത്മാവിൻ ശക്തിയെ അയച്ചിടണേ. പരിശുദ്ധാത്മാവേ ദാസരിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ദാസരിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ജോയേൽ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാ പത്രോസ്ലിയ പറഞ്ഞത് വീണ്ടും നമുക്ക് കാണാം. അവരുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും. എത്രയോ പേരാണ് കേരള സഭയിലെ തങ്ങളുടെ ജീവിതം തന്നെ കർത്താവിനായി സമർപ്പിച്ച് എത്രയെത്ര പേരാണ് ഓടി നടന്നിരുന്നത്. ഇന്ന് പലരെയും അതിൽ നിന്നും പുറകോട്ട് പോയതായിട്ട് കാണുന്നു. നമുക്ക് അവരൊക്കെ തിരിച്ചു വരാൻ ആഗ്രഹിക്കാം. നന്നായി നല്ല ദർശനമുണ്ടായിരുന്നവരാണ്, നല്ല വീക്ഷണമുണ്ടായിരുന്നവരാണ്. ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും ഒക്കെ ആകാം ഒരുപക്ഷെ അവരെ പിന്നോട്ട് വലിച്ചത്. അവരൊക്കെ തിരിച്ചു വരുവാനുള്ള കൃപ ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം. കർത്താവേ, കേരള സഭയിൽ ധാരാളം ദാർശനികരുണ്ടാകാൻ ഇടയാകണമേ. കർത്താവെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കർത്താവെ അങ്ങയുടെ ഉൾക്കണ്ണുകൊണ്ട് കണ്ട് സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് ആത്മീയതയുടെ മർമ്മമറിഞ്ഞ് വളർത്തുന്ന നേതാക്കന്മാരുണ്ടാകാൻ ഇടയാകണമേ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം, 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 സ്തോത്രം. ആദ്യ സ്നേഹം വിട്ടുമാറിയവർ മടങ്ങി വരാൻ ശക്തി അയക്കണമേ. ആദ്യ സ്നേഹം വിട്ടുമാറിയവർ മടങ്ങി വരാൻ ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവേ ദാസരിൽ നിറയണമേ, അഭിഷേകം
അഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ, ദാസരിൽ നിറയണമേ. അഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ, ശുശ്രൂഷയിൽ വളരെ തീക്ഷ്ണതയോടെ ഓടി നടന്ന പലരും ഇപ്പോഴേ ലക്ഷ്യബോധമില്ലാതെ വിഷമിക്കുന്നു. ചിലരെങ്കിലും തങ്ങളുടെ വീടുകളിൽ ഒതുങ്ങി, ചിലർ സ്വന്തം ടീമുമായി ഒറ്റയ്ക്ക് നടക്കുന്നു. കർത്താവേ, ഈ സ്ഥലത്തൊക്കെയും വ്യക്തമായ കാഴ്ചപ്പാടോടെ കത്തോലിക്ക സഭയുടെ നവീകരണത്തിന് വേണ്ടി ഈ കാലയളവിൽ അങ്ങ് ഇടപെട്ടതാണ് നവീകരണമെന്നും ആദ്യ ബന്ധക്കോസ്തായിലതുപോലെ തന്നെ ഒരു ബന്ധക്കോസ്താനുഭവം ഞങ്ങൾക്കുണ്ടാകണമെന്ന് ലിയോ 13 മാർപ്പാപ്പ മുതൽ ജോൺ 23 മാർപ്പാപ്പയും ജോൺ പോൾ 2 മാർപ്പാപ്പയും ബെനഡിക്ട് 16 മാർപ്പാപ്പയും ഫ്രാൻസിസ് പാപ്പായും ഒക്കെ സഭയോട് ആഹ്വാനം ചെയ്യുമ്പോൾ അത് കേൾക്കാത്ത രീതിയിൽ ഇപ്പോഴും ഒന്നും അറിയാത്തതുപോലെ ജീവിക്കുന്ന നിഷ്ക്രിയരായ മനുഷ്യരെ ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു. കർത്താവ്, ഇതിലൊന്നും പങ്കെടുക്കാതെ, ഇതൊന്നും അറിയാതെ സഭ ഒരു വൈബ്രൻ്റ് സഭ, ചലിക്കുന്ന സഭ, ജ്വലിക്കുന്ന സഭയായി മാറുവാൻ അങ്ങ് ആരംഭിച്ച നവീകരണത്തെ വെറും കാഴ്ചക്കാരും കേൾവിക്കാരുമായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവരെ തിരിച്ചു കൊണ്ടുവരണമേ കർത്താവേ, തീക്ഷ്ണതയുള്ളവരാക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സ്തോത്രം, 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 സ്തോത്രം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ദൈവമേ, സ്തോത്രം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ സ്തോത്രം, സ്തോത്രം. അഗ്നിയയക്കണമേ, 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 പരിശുദ്ധാത്മാവേ. അഗ്നിയയക്കണമേ, 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 പരിശുദ്ധാത്മാവേ. അഗ്നിയയക്കണമേ, 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 പരിശുദ്ധാത്മാവേ. അഗ്നിയയക്കണമേ, 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 പരിശുദ്ധാത്മാവേ. പ്രിയമുള്ളവരെ, പെന്തക്കോസ്താനുഭവം ഇന്നും പണ്ടെങ്ങും നടന്ന ഒരു സംഭവമായി മാത്രം കണ്ടുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാതെയും പലപ്പോഴും നവീകരണ മുന്നേറ്റത്തെ തളർത്തിക്കളയുന്ന പ്രതികരണങ്ങൾ പലയിടത്തു നിന്നുണ്ടായതിൻ്റെ ഫലമായി പല ഇടവകകളിലും പല രൂപതകളിലും തന്നെ ആത്മാവിൽ വളർന്നു വരേണ്ട മനുഷ്യരെ ആത്മാവിൽ വളരാതെ സ്വന്തമായി തന്നെ നിന്നു പോകുന്നൊരവസ്ഥ. പ്രിയമുള്ളവരെ, നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അവിടുന്ന് ഇപ്പോൾ ആത്മാവിനെ അയച്ച് എല്ലാ മക്കളെയും ഉണർത്തണമേ കർത്താവേ. ആ പെന്തക്കോസ്ത ദിവസം നടന്നതുപോലെ തന്നെ യുവാക്കൾക്ക് ദർശനമുണ്ടാകുമെന്ന് അങ്ങ് പറഞ്ഞെങ്കിൽ ജോയൽ ദീർഘദർശി വഴി പറഞ്ഞ സംഭവം ഇവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരിലേക്ക് അയക്കണമേ. അനേക യുവജനങ്ങൾ വിശ്വാസത്യാഗം തന്നെ ചെയ്തിരിക്കുന്നു. കോവിഡിന് ശേഷം പലരും ദേവാലയത്തിൽ വരാത്തവരുണ്ട്. ഞങ്ങളുടെ യുവജനങ്ങളെ മുഴുവൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ യുവജനങ്ങളും അങ്ങയെ അറിയുവാനും കർത്താവെ എല്ലാവരും അങ്ങയുടെ സാക്ഷികളാകുവാനും അങ്ങേ കരങ്ങളിലേക്ക് അവരെ സമർപ്പിക്കുന്നു. പലരും തന്നെ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ കവലകളിലും വേറെ എവിടെയെങ്കിലുമൊക്കെ കൂടിയിരുന്നു കൊണ്ട് മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതരാകുന്നു. ദൈവനിഷേധ കൂട്ടായ്മകളായും ദൈവത്തെ ഉപേക്ഷിക്കുന്ന കൂട്ടായ്മകളായും മാറി തഴക്കദോഷങ്ങളും ബന്ധനങ്ങളും കൊണ്ട് കെട്ടിവലിച്ചിരിക്കുന്ന യുവജനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. അവരുടെ മേലോടത്തെ ആത്മാവിനെ വർഷിക്കണമേ. അവരെല്ലാവരും കർത്താവെ നല്ല ദർശനമുള്ളവരാകട്ടെ. വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്ന് ദൈവത്തെയും ദൈവരാജ്യത്തെയും അറിയുന്ന മക്കളായി അവർ മാറുവാൻ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. ഈശോയെ സ്തുതി. ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് പ്രത്യേകമായിട്ട് പല കുടുംബങ്ങളിലും അങ്ങ് പറഞ്ഞുവല്ലോ,
വൃദ്ധന്മാർ സ്വപ്നം കാണുമെന്ന്. ജീവിതത്തിൽ സ്വപ്നം തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇന്ന് കേരളക്കരയിലെ അനേക യുവാക്കൾ 10-30 വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം പോലും നടക്കാതെ വിഷമിക്കുന്നവരെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, ചിലരെങ്കിലും നിരാശയിലകപ്പെട്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റ് ദുർമാർഗങ്ങളിലേക്ക് പോയിരിക്കുന്നവരെ, എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കുന്ന കർത്താവേ, അവരെ അങ്ങ് ഏറ്റെടുക്കണമേ. അവരുടെ മേലെ അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ. അവരും യേശുവിനെ അന്വേഷിക്കുവാനും ഈശോയിൽ രൂപീകൃതമായ ഒരു ജീവിതം നയിക്കുവാനും അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവജനങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഈശോയെ നന്ദി. ഈശോയെ ഇന്നത്തെ യുവജനങ്ങളുടെ സ്ഥിതിയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു. എല്ലാവരും ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, 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 സ്തോത്രം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവേ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദാസരിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ദാസരിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവ് നമ്മൾ വീണ്ടും വന്ന് നിറഞ്ഞ് നമ്മളെ ശക്തരാകട്ടെ. ഇന്നത്തെ ആരാധനയിൽ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ഒരു ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഉള്ളങ്ങളിലെ ദൈവാത്മാവെ നിറയണമേ. ഇപ്പോൾ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഉള്ളിലെ ഞങ്ങളെ നല്ല സ്വപ്നങ്ങളുള്ളവരും ദാർശനികരും പ്രവാചകരും ഒക്കെ ആക്കി മാറ്റണമേ. ഒപ്പം കർത്താവെ, പരിശുദ്ധാത്മാവെ അങ്ങ് കടന്നു വന്ന് ഞങ്ങളുടെ ശാരീരിക ഭാവത്തിലുള്ള എല്ലാ ഡിസോർഡറുകളും മാറ്റണമേ. എല്ലാ രോഗപീഠകളിൽ നിന്നും മക്കൾക്ക് മോചനം നൽകണമേ. ശിരസ് സംബന്ധമായ എല്ലാ രോഗപീഠകളിൽ നിന്നും മോചനം നൽകണമേ. കണ്ഠത്തിൽ അസുഖമുള്ളവരെ സുഖപ്പെടുത്തണമേ. ചെവിക്കുള്ളിൽ വേദനയുള്ളവരെ സുഖപ്പെടുത്തണമേ. എല്ലാവിധ രോഗശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ. അന്തരിന്ദ്രിയങ്ങൾ ഓരോന്നും സമർപ്പിക്കുന്നു. കരള്, പാങ്ക്രിയാസ്, ഹാർട്ട്, കർത്താവെ എല്ലാം സുഖം പ്രാപിക്കട്ടെ. കർത്താവെ, ശ്വാസകോശ സംബന്ധമായ രോഗപീഠകൾ വിട്ടുപോകട്ടെ. എല്ലാ ഉദര സംബന്ധമായ രോഗങ്ങൾ, വൻകുടല്, ചെറുകുടല്, ആമാശയം എല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. പാങ്ക്രിയാസ് പരിപൂർണമായ സൗഖ്യം പ്രാപിക്കട്ടെ. കരളിനെ സമർപ്പിക്കുന്നു കർത്താവെ. ഓരോ സന്ധിബന്ധങ്ങളെയും സമർപ്പിക്കുന്നു. എല്ലായിടത്തും സൗഖ്യദായകമായ അങ്ങയുടെ സ്പർശനം നൽകണമേ. എല്ലാവരെയും സുഖപ്പെടുത്തണം. ഈ 7 ദിവസം ദൈവവചനത്തിന് മുമ്പിലിരുന്ന മക്കളെ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ശാരീരിക രോഗപീഠകൾ വിട്ടുപോകട്ടെ. എല്ലാ ത്വക്ക് രോഗങ്ങളും വിട്ടുപോകട്ടെ. വിട്ടുപോരാത്ത തലവേദന, വിട്ടുപോരാത്ത സൈനോസൈറ്റിസിന്റെ അസുഖങ്ങൾ കർത്താവെ എല്ലാം സുഖപ്പെടുത്തട്ടെ. എല്ലാവിധ സന്ധിബന്ധങ്ങളിലുള്ള വേദനകൾ വിട്ടുപോകട്ടെ. അസ്ഥി സംബന്ധമായ സകല രോഗങ്ങളെയും മോചിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. നമുക്ക് ശിരസ്സ് നമിച്ച് ശാന്തമായി നിൽക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ.
നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ നമ്മൾ ഈ സമയത്ത് ആരാധനയിൽ പങ്കെടുക്കുന്നത് വരെ നമുക്ക് ഏറ്റുപറയാം, കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് ദർശനമുള്ളൊരു ഹൃദയം തരണമേ.